ഇതിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും തോന്നണം എന്തിനാ ഇപ്പം ഞങ്ങളെ പറ്റിയിട്ട് മാത്രം പറയുന്നത്, ഓരെ പറ്റിയിട്ടും പറഞ്ഞോളൂ, ഓരല്ല ആദ്യം നന്നാവണ്ട്, ഓരോ നല്ലതാണ് ഞങ്ങൾ നന്നാവുന്നൊന്നും തോന്നേണ്ടത്. ഇപ്പോൾ ഒരു വനിതാ വിജ്ഞാനവേദി ആയതുകൊണ്ട് നിങ്ങളോട് കാര്യങ്ങൾ പറയാന്നുള്ളതാണ്. ആളുകൾ കൂടിയുള്ള സദസ്സാകുമ്പോൾ അല്ലേ കാതർക്ക, ഓർക്ക് നമുക്ക് എന്താ ചെയ്യാം, വേറെ പ്രോഗ്രാം വെക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങളെ വിഷയങ്ങൾ കൂടുതലും പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ ജീവിത പങ്കാളിയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസ, ഒരു പെണ്ണ് 5 നേരം നിസ്കരിക്കുന്നുണ്ട്, വസാമത് ഷഹ്റഹ, റമളാനിൽ അവൾ നോമ്പെടുക്കുന്നുണ്ട്, വഹസ്സനത് ഫർജഹ, അവളുടെ സ്വകാര്യ അവയവം അവൾ സംരക്ഷിക്കുന്നുണ്ട്, വഅതാഅത് സൗജഹ, അവളുടെ ഭർത്താവിനെ അവൾ അനുസരിക്കുന്നുണ്ട്, കീലലഹ, ഈ 4 ക്വാളിറ്റികളുള്ള ഒരു പെണ്ണിനോട് പറയപ്പെടുന്നതാണ് ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിൽ പ്രവേശിക്കുക, മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി, സ്വർഗത്തിലെ ഏത് വാതിലൂടെയാണ് നിങ്ങൾക്ക് പ്രവേശിക്കേണ്ടത് ആ വാതിലൂടെ നിനക്ക് പ്രവേശിക്കാമെന്ന് ഈ 4 വിശേഷണങ്ങളുള്ള ഒരു പെണ്ണിനോട് അള്ളാഹു പറയുന്നാൻ. അപ്പം അത് ചെറിയൊരു സംഗതിയല്ല. കുറച്ച് നേരത്തിന് നമ്മളിലേക്ക് ചുരുങ്ങിയിട്ട് നമ്മളെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചിന്തിക്കുക. അപ്പം നമ്മളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാനൊക്കെ ഓക്കെയാണ്, എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, മൂപ്പരാണ് ക്ലിയർ ചെയ്യേണ്ടത്, ഓരാണ് ശരിയാവേണ്ടത്. അപ്പോൾ ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ള നിലക്ക് മാത്രമേ നമ്മുടെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാലും നമ്മൾ നമ്മുടെ ഭാഗം ഓക്കെയാണ്, നമ്മൾ ക്ലിയർ ആണെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുക. ഒരു ഡോക്ടറിൻ്റെ അടുക്കലേക്ക് ഒരു ചങ്ങായി വരുന്നുണ്ട്, ഒരു കഥയാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 10-15 കൊല്ലമായി, പക്ഷെ ഈ ഇടയായിട്ട് ഓൾക്ക് ചെവിക്കെന്തോ പ്രശ്നമുണ്ട്, ഞാൻ പറയുന്നൊന്നാണ്ട് കേൾക്കുന്നില്ല, അപ്പം മൂപ്പർക്ക് കേൾവിക്കുറവുണ്ട്, അപ്പോൾ അതിനൊരു പരിഹാരം വേണമെന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് വന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാനൊരു ENT സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല, എന്നാലും എന്തെങ്കിലും കാര്യമായിട്ടുള്ള തകരാറുണ്ടോ എന്ന് അറിയാൻ നമുക്ക് ഒരു ടെസ്റ്റ് നടത്താം. മൂപ്പർക്കാണെങ്കിൽ നേരിട്ട് ചോദിക്കാനുള്ള ധൈര്യമില്ല, എൻ്റെ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാനുള്ള ധൈര്യവും മൂപ്പർക്കില്ല. അവരേതായാലും ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ പെണ്ണുങ്ങളടുത്ത് ചെല്ലുക, ഒരു 30 അടി പിറകിൽ നിന്നിട്ട് നിങ്ങൾ ഓളെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിക്കുക, അതിന് ഓള് മറുപടി വരുന്നുണ്ടെങ്കിൽ ഓളെ കേൾവിക്ക് തകരാറൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഇനി 30 അടി നിന്നിട്ട് കേൾക്കുന്നില്ല എങ്കിൽ ഒരു 20 അടി കൂടി, ഒരു 20 അടി പിറകിൽ നിന്നിട്ട് ഒരു 10 അടി കൂടി മുന്നോട്ട് പോയിട്ട് എന്ത് ചെയ്യുക, ചോദിക്കുക. അവിടുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ചെറിയ പ്രശ്നമുണ്ട്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി 20 അടി നിന്നിട്ട് കേൾക്കുന്നില്ല എങ്കിൽ ഒരു 10 അടി കൂടി മുമ്പ് പോയിട്ട് ചോദിക്കുക. അവിടുന്ന് കേൾക്കുന്നില്ല എങ്കിൽ സംഗതി കുറച്ച് ഗൗരവമാണ്, ചിലപ്പോൾ സർജറി ഒക്കെ വേണ്ടി വരും. എന്തായാലും നിങ്ങൾ ആ ടെസ്റ്റ് ഒന്ന് നടത്തി നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് വീട്ടിൽ വന്നു, 30 അടി പിറകിൽ നിന്നിട്ട് വൈഫിനെ വിളിച്ചു, എടി സൈനബ എന്ന് വിളിച്ചു. ഇവിടെ സൈനബ ഒന്നുമില്ലല്ലോ, എടി സൈനബ, എടി സൈനബ എന്ന് വിളിച്ചു, ഇന്നെന്താ രാത്രി ചോറിന്? അപ്പോൾ പെണ്ണുങ്ങളെ ഭാഗത്ത് പ്രതികരണമൊന്നുമില്ല. അപ്പോൾ ഇയാൾക്ക് ടെൻഷനാവാണ്, പടച്ചോളെ ഇതിപ്പോൾ സർജറിക്ക് എത്തുമോ, ചിലവ് വരുമോ എന്നുള്ള ടെൻഷനാണ്. ഒരു 10 അടി കൂടി മുന്നോട്ട് പോയി അയാൾ പിന്നെയും വിളിച്ചു, പെണ്ണുങ്ങളൊന്നും മിണ്ടുന്നില്ല. അയാൾ ബേജാറ് കൂടി, വീണ്ടും ഒരു 10 അടി തൊട്ടടുത്ത് നിന്നിട്ടാണ് വിളിക്കുന്നത്. അല്ല, 3ാമത്തെ വിളിയുണ്ട് കഴിഞ്ഞപ്പോൾ പെണ്ണുങ്ങളാകണ്ട് പ്രഷർ കയറിയിട്ട് ഓളോ നിൻ്റെ അടുത്ത് ഇപ്പം കിട്ടുക, ഇപ്പം 3 വട്ടമായി ഇപ്പം നിങ്ങളിനോട് ചോദിക്കുന്നു, 3 വട്ടമായി ഞങ്ങൾക്ക് മറുപടി തരുന്നത്, ഇത് തമാശ കളിക്കാണോ വെച്ചിട്ട് ഓൾക്കാണ് പ്രഷർ കയറിയത്. അപ്പം ശരിക്കാർക്കാ ചെവി കേൾക്കാത്തത്, ശരിക്കും മൂപ്പർക്കാ ചെവി കേൾക്കാത്തത്. സംഭവം ഇതൊരു കഥയാണ് എങ്കിലും ഇതൊരു തമാശയാണ് എങ്കിലും ഇതാണ് നമ്മുടെയൊക്കെ കേസിൽ നടക്കാറുള്ളത്. നമ്മൾ ഓക്കെയാണ്, നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഉഷാറാണ്, അപ്പുറത്തെ സൈഡിലാണ് പ്രശ്നം എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ നമ്മുടെ ഭാഗത്ത് അതിനേക്കാളും വലിയ വീഴ്ചകളുണ്ടാകും. അപ്പം നമ്മുടെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാൻ ഒന്ന് ഒരുമിച്ചിരുന്നിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഇപ്പോൾ ഒരു പെണ്ണിനെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുനിയ മതാ വഖൈറു മതാഇഹാ അൽ മർഅത്തു സാലിഹ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ വിഭവങ്ങളാണ്. ആ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം എന്ന് പറഞ്ഞാൽ ഒരു സാലിഹത്തായ ഒരു പെണ്ണാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
ജീവിതത്തിലെ ഏറ്റവും നല്ല വിഭവങ്ങൾ എണ്ണിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയൊരു കാര്യം സൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനുഹു അലാ ഈമാനിഹി, ഒരാളെ അയാളുടെ ഈമാനിൻ്റെ കാര്യത്തിൽ സഹായിക്കുന്ന പെണ്ണെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനത്തെ ഒരു പെണ്ണാകാൻ, അൽ മർഅത്തു സാലിഹയാകാൻ, നമ്മുടെ ജീവിത പങ്കാളിയെ ദീനിൻ്റെ കാര്യത്തിൽ സഹായിക്കുന്ന ഒരു പങ്കാളിയാകാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ഏറ്റവും കൂടുതൽ നരകത്തിൽ ആരാളുള്ളത്? പെണ്ണുങ്ങളാണ്. സ്വർഗത്തിലോ? സ്വർഗത്തിലാരാ? സ്വർഗത്തിലും പെണ്ണുങ്ങൾ തന്നെയാണ്. നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ്, സ്വർഗത്തിലും ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉരീതുന്നാർ, നരകം കാണിക്കപ്പെട്ടു. ഫഇദാ അക്സറു അഹ്ലിഹൻ നിസാ, ആ നരകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് പെണ്ണുങ്ങളാണ്. അപ്പോൾ സഹാബിമാർ ചോദിച്ചു, അയക്ഫുർന ബില്ലാ, അള്ളാഹുവിൻ്റെ റസൂൽ അവർ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരാണോ? അള്ളാഹുവിനെ കളവാക്കുന്നവരാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ബൽ യക്ഫുർനൽ അശീർ, അവർ അള്ളാഹുവിനെ കളവാക്കുന്നവരൊന്നല്ല, പക്ഷേ ജീവിത പങ്കാളിയെ, ഭർത്താവിനെ നിഷേധിക്കുന്നവരാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന ദഹർ, കാലങ്ങളോളം നിങ്ങളൊരു പെണ്ണിന് നന്മ ചെയ്തു കൊടുത്തു, സുമ്മ റഅത് മിൻക ശൈഅ, പിന്നെ എപ്പോഴെങ്കിലും നിങ്ങളെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച കണ്ടാൽ, മാ റഅയ്തു മിൻക ഖൈറ, നിങ്ങളെ ഭാഗത്ത് ഞാൻ ഇതുവരെ ഒരു നന്മയും കണ്ടിട്ടില്ല എന്നാണ് ഓള് പറയാ. അല്ലേ? ഇപ്പം നമ്മൾ പുതിയാപ്പിളിനോടൊരു പർദ്ദ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പം മൂപ്പര് വൈകുന്നേരം വരുമ്പോൾ നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ്, ഇപ്പം കൊണ്ടുവരും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ സാധു അന്ന് മറന്നു പോയിക്കണ്. അന്ന് മൂപ്പര് എന്ത് ചെയ്തിട്ടില്ല, പർദ്ദ വാങ്ങാതെയാണ് വന്നത്. അപ്പം നമ്മൾ മൂപ്പര് വന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ തന്നെ ഓടി ചെല്ലുന്നത് പർദ്ദൻ്റെ കീശയിൽ നോക്കിയിട്ടാണ്. മൂപ്പരടുത്ത് പർദ്ദയില്ല, തട്ടമില്ല, ഒന്നുമില്ല. അപ്പം നമ്മൾ കോലം മാറി. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ കൊണ്ടുവരല്? അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും എനിക്ക് ചെയ്തു തന്നോ? കാലങ്ങളോളം നമുക്ക് ചെയ്തു തന്ന നന്മ അവരുടെ ഭാഗത്തു നിന്ന് ചെറിയൊരു വീഴ്ച കാണുമ്പോഴേക്കും നമ്മളെന്ത് ചെയ്യാണ്? നിഷേധിച്ച് കളയാൻ. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ് നരകത്തിലെന്ന് പറഞ്ഞിട്ട് അതിനുള്ളൊരു കാരണമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത പങ്കാളിയുടെ കൂടെയുള്ള ജീവിതം, അത് വിഭവങ്ങൾ എത്ര കുറവാണെങ്കിലും ഉള്ള വിഭവങ്ങളിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അത് വലിയ സൗഭാഗ്യമാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കല്യാണം കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ മക്കയിലില്ല. ഹാജർ റളിയല്ലാഹു അൻഹ മരിച്ചിട്ടുണ്ട്. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഇസ്മായിൽ നബിയെ കാണാൻ വേണ്ടിയിട്ട് ഷാമിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ വന്നപ്പോൾ വീട്ടിൽ ഇസ്മായിൽ നബി ഇല്ല. ഇസ്മായിൽ നബി പുറത്തു പോയിരിക്കുകയാണ്, കുടുംബത്തിന് വേണ്ടി ഉപജീവനം തേടി പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലുള്ളത് ഇസ്മായിൽ നബിൻ്റെ പുതിയണ്ണാൻ, പെണ്ണുങ്ങളാണ്. അപ്പോൾ ഒന്നു സലാം പറഞ്ഞു, ചോദിച്ചു എന്തൊക്കെയാണ് നിങ്ങളുടെ വിവരങ്ങൾ, എന്താണ് നിങ്ങളുടെ അവസ്ഥ, ഇപ്പം എങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഇവർ ഒരു പായ്യനോട് പറയാൻ തുടങ്ങി, നമ്മളാകെ കഷ്ടത്തിലാണ്, ആകെ ഇടങ്ങറാണ്, നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അങ്ങനെ ഇബ്രാഹിം നബിനോട് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, എൻ്റെ പുതിയാപ്പിള വന്നാൽ ഓനോട് ജി സലാം പറയണം. ഒരാൾ വന്നിരുന്നു, സലാം പറയണം. വഖൂലി യുഗയ്യിർ അതബത ബാബിഹി, ഓൻ്റെ വാതിലിൻ്റെ ഉമ്മറപ്പടി മാറ്റി വെക്കാനും പറയണം ഞാൻ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചുപോയി. ഇസ്മായിൽ നബി വന്നു. ഇസ്മായിൽ നബി വന്നപ്പോൾ ഇസ്മായിൽ നബിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു, ഇവിടെ ആരോ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വന്നോ? അപ്പോൾ ഒരു പ്രായമായ ഒരാൾ വന്നിരുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ തിരക്കി. അപ്പോൾ നമ്മളെ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, നമ്മൾ കുറച്ച് കഷ്ടത്തിലാന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും പറഞ്ഞു ചോദിച്ചു, എന്തെങ്കിലും വസിയത്ത് തന്നോ, എന്തെങ്കിലും ഉപദേശം തന്നോ? വീടിൻ്റെ ഉമ്മറപ്പടി മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, റാക്ക അബി, അതെൻ്റെ ഉപ്പയാണ്. വന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഉമ്മറപ്പടി എന്ന് പറഞ്ഞത് ഇജാണ്, അന്നെ മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ആ പെണ്ണിനെ ത്വലാക്ക് ചൊല്ലുന്നു, വേറൊരു കല്യാണം കഴിക്കുന്നു. അങ്ങനെ മറ്റൊരിക്കൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ വീണ്ടും വരികയാണ്. അന്നും ഇസ്മായിൽ നബി വീട്ടിലില്ല. അപ്പോൾ ഇസ്മായിൽ നബി ഇല്ലാത്ത സമയത്താണ് വന്നത്. വന്നു, പരിചയപ്പെട്ടു, കാര്യങ്ങളൊക്കെ തിരക്കി. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ചോദിക്കുന്നുണ്ട്, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? അപ്പോൾ പുതിയ പെണ്ണുങ്ങൾ പറഞ്ഞു, നഹ്നു ബിഖൈരി വസഅ, അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷത്തിലാണ്, വളരെ നന്മയിലാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു പ്രശ്നവുമില്ല.
മാ ത്വആമുക്കും, എന്താണ് നിങ്ങൾക്കുള്ള ഭക്ഷണം, നിങ്ങൾ എന്താണ് കഴിക്കാറുള്ളത്? അപ്പോൾ അവർ ഞങ്ങൾ ഇറച്ചി ലഹമാണ് ഞങ്ങൾക്കുള്ള കാര്യമായിട്ടുള്ള ഒരു ഭക്ഷണം, പിന്നെ വെള്ളമാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചു എന്നാണ്, അല്ലാഹുമ്മ ബാരിക് ലഹും ഫിൽ ലഹ്മി വൽ മാഇ, ആ ഇറച്ചിയിലും ആ വെള്ളത്തിലും അള്ളാഹു എന്നീ അവർക്ക് ബർക്കത്ത് കൊടുക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അന്ന് അവർക്ക് ധാന്യമില്ല, ധാന്യം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ധാന്യത്തിലും ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ധാന്യം ഇല്ലാത്തതുകൊണ്ട് ഇറച്ചിയിലും വെള്ളത്തിലും ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചത്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് വന്നാൽ അവനോട് സലാം പറയുക, മുരീഹി യുസ്ബിത്തു അതബത ബാബിഹി, വാതിലിൻ്റെ ഉമ്മറപ്പടി അങ്ങനെ തന്നെ ഉറപ്പിച്ച് നിർത്താനും പറയുക എന്നാണ്. അപ്പോൾ ഇസ്മായിൽ നബി വന്നപ്പോൾ ഭാര്യ വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇസ്മായിൽ നബി പറഞ്ഞു, അബി, വന്നതിൻ്റെ ഉപ്പയാണ്, ഉമ്മറപ്പടി എന്ന് പറഞ്ഞത് നിന്നെയാണ്, നിന്നെ എൻ്റെ കൂടെ തന്നെ നിർത്താനാണ് എൻ്റെ ഉപ്പ തന്നിട്ടുള്ള വസിയത്ത് എന്നാണ്. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള ഭാര്യമാരെ നമ്മൾ കാണുന്നത്. ഒന്ന് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്തൊരു പെണ്ണും, മറ്റേത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട ഒരു പെണ്ണുമാണ്. അപ്പോൾ ഇത് രണ്ടും രണ്ട് ക്യാരക്ടറാണ്. അതിൽ ഏതാണ് നമ്മുടേതെന്ന് നമ്മൾ ചിന്തിക്കുക, ഏതാണ് നമുക്ക് ആവശ്യമുള്ളതെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുകയും ചെയ്യുക. പലപ്പോഴും നമ്മളാണ് ഭർത്താക്കന്മാരെന്ത് ചെയ്യുക, വഴി തെറ്റിക്കുക അല്ലേ. നമ്മളൊരു വീടുണ്ടാക്കി, മൂപ്പര് പുറത്തു പോയി ഒരു 5-6 കൊല്ലം പണിയെടുത്ത് അല്ലെങ്കിൽ 10 കൊല്ലം കഷ്ടപ്പെട്ടിട്ടൊക്കെ ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിൻ്റെ ഡിസൈന് പോരാ, ഇപ്പോൾ പഴയ മോഡലാണ്, ആ മോഡല് പോരാ. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വീട് പൊളിച്ചിട്ട് വേറെ പ്ലാന് കാണുക, എന്നിട്ട് പുതിയ വീടുണ്ടാക്കുക. നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നല്ല അടിപൊളി വീടൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഡിസൈൻ പോരാ, അതിൻ്റെ മോഡൽ പോരാന്ന് പറഞ്ഞിട്ട് ആ വീട് പൊളിച്ചിട്ട് പുതിയ വീടുണ്ടാക്കുക. ഇതിനൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഞാനിങ്ങനെ പറയുമ്പോൾ അതൊരിക്കലും നിങ്ങളെ ഒരു അടച്ച ആക്ഷേപിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നരുത് കേട്ടോ. ഞാൻ ഓപ്പണായിട്ട് നമുക്ക് നമ്മളെ പറ്റിയിട്ട് ചിന്തിക്കാനുള്ള ഒരു സദസ്സായതുകൊണ്ട് അങ്ങനെ പറയാൻ. അതുപോലെ തന്നെ കടം വാങ്ങിയിട്ട് നാട്ടിൽ നടക്കുന്ന മാമൂലുകൾ നടത്തുക. ഇപ്പോൾ കുടിരിക്കലാണ്, കുടിരിക്കലും തന്നെ നിങ്ങൾ പറയൽ, പുതിയ വീടുണ്ടാക്കിയിട്ട് താമസിക്കുക. അപ്പോൾ ആ കുടിരിക്കലിന് എൻ്റെ അനിയത്തിയൊക്കെ അമ്മായിൻ്റെ പെരൻ്റെ കുടിരിക്കലിന് 2 കട്ടിൽ കൊണ്ടുപോയിക്കണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ മോശമാക്കാൻ പറ്റൂല. എന്നിട്ട് ഈ സാധു കൂലിപ്പണിക്കാരനെ, അയാളുടെ കയ്യിലുള്ള കഴിവില്ല, വകുപ്പില്ല, എന്നിട്ട് മൂപ്പർ അതിൻ്റെ പേരിൽ എന്താ ചെയ്യുക, കടക്കാരനാവുക. സംഭവം അക്കീക്ക അറക്കേണ്ടത് ആടൊക്കെ തന്നെയാണ്. ആടിനെ അക്കീക്ക അറക്കലാണ് സുന്നത്ത്. ആൺകുട്ടിയാണെങ്കിൽ 2 ആട്, പെൺകുട്ടിയാണെങ്കിൽ 1 ആട്, അതാണ് സുന്നത്ത്. പക്ഷെ ആടിനർത്ഥപ്പോൾ ആർക്കാ തികയുക? ഓൻ്റെ അടുത്ത് ആടിനിറക്കാനുള്ള പൈസ ഉണ്ടാവുള്ളൂ, അതാണ് സുന്നത്ത്, അതാണ് അറക്കുന്നത് ഏറ്റവും നല്ലത്. എന്നാലും പറയും അത് പോത്തിന് അറക്കണം, പോത്തിന് അറുത്താലേ എല്ലാവർക്കും കൊടുക്കാനുണ്ടാവുള്ളൂ. പോത്തിന് അറുത്താൽ മാത്രം പോരെ, നമുക്കൊരു ചെറിയ പരിപാടിയൊക്കെ നടത്തുന്ന ഒരു 100 ആൾക്കാരെ വിളിക്കണം. ഈ സാധുവിൻ്റെ അടുത്ത് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ഒരു 100 ആൾക്കാരെ വിളിച്ചിട്ട് ഒരു പരിപാടി നടത്തുന്നതിലൊന്നും ഇല്ല, തെറ്റില്ല. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇതിനെ നിർബന്ധിച്ചിട്ട് ഓരതിന് കടം വാങ്ങുക, കടം വാങ്ങിയിട്ട് എന്താ ചെയ്യുക, ഈ പരിപാടി നടത്തുക. അതിലൊക്കെ നമുക്ക് പങ്കുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. നമ്മളെ പുതിയാപ്പിളാർ കടക്കാരാകുന്നതിൽ നമുക്ക് റോളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ നല്ലത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കാൻ ഒരു റെഡി ആയിരിക്കും. ഇപ്പം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഫിറഔൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ജനിക്കുന്ന സമയം എല്ലാ ആൺകുട്ടികളെയും കശാപ്പ് ചെയ്യുന്നു അല്ലേ. ഫിറഔൻ്റെ കൊട്ടാരത്തിലാണ് ആര് വളർന്നത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ വളർന്നത്. ആ ഫിറഔനെ വളർത്താന്ന് ആരാ പറഞ്ഞത്? ആസിയ ബീവിയെ പറഞ്ഞത്. ആസിയ ബീവിൻ്റെ വാക്ക് കേട്ടിട്ടാണ് ഫിറഔൻ എന്ത് ചെയ്തത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ എടുത്ത് വളർത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഒരു ആണിൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്നിടത്ത് പെണ്ണിന് വലിയ പങ്കുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ പുതിയാപ്പിളക്ക് ഒരു പ്രശ്നമുണ്ട് എങ്കിൽ ആ പ്രശ്നം നല്ല നിലക്ക് പറഞ്ഞ് തിരുത്താൻ ആർക്ക് പറ്റും? ഒരു പെണ്ണിന് പറ്റും. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു കുടുംബത്തിൽ അയാളെല്ലാവരായിട്ടും പ്രശ്നമാണ്. അയാളെ പെങ്ങന്മാരായിട്ട് അയാൾ മിണ്ടൂല, അയാളുടെ മൂത്ത ജ്യേഷ്ഠനായിട്ട് അയാൾ മിണ്ടൂല. അങ്ങനെ കുടുംബ ബന്ധക്കം മുറിച്ചിട്ട് അയാൾക്ക് തോന്നിയ പോലെ അയാളിങ്ങനെ നടക്കുകയാണ്. ഈ പെണ്ണുങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞ് ഉപദേശിച്ച് അയാളുടെ മൈൻഡ് മാറ്റി എല്ലാ കുടുംബക്കാരുടെ വീട്ടിലേക്കും ആ പെണ്ണ് എന്ത് ചെയ്തു, അയാളെയും കൊണ്ടുപോയി ആ മുറിഞ്ഞു കിടക്കുന്ന ബന്ധങ്ങളൊക്കെ അവർ തുന്നിച്ചേർത്തു. അതൊരു പെണ്ണിൻ്റെ കഴിവാണ്.
അപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അതൊരു കലയാണ്. പെണ്ണുങ്ങൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള പ്രത്യേകമായ കലയാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരാഴ്ച പെരേ പോയി നിൽക്കണമെങ്കിൽ നിങ്ങൾ പുതിയാപ്പള്ള സോപ്പ് ഇടുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ വാഷിംഗ് മെഷീൻ വേണം. ആ വാഷിംഗ് മെഷീൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പുതിയാപ്പള്ള ഡീൽ ചെയ്യുക? അപ്പോൾ അതേപോലെ മൂപ്പർക്കുള്ള ദുശ്ശീലങ്ങളും മൂപ്പർക്കുള്ള കുറവുകളും ഡീൽ ചെയ്യാൻ ഒരു പെണ്ണിന് പറ്റും. മൂപ്പര് നിസ്കരിക്കലില്ല, നിസ്കരിക്കാത്ത ഒരാളെ കൊണ്ട് നിസ്കരിപ്പിക്കാൻ ഒരു പെണ്ണിന് കഴിയും. മൂപ്പര് പുകവലിയും സിഗരറ്റായിട്ട് നടക്കാൻ, ആ പുകവലി അവസാനിപ്പിക്കാൻ ഒരു പെണ്ണിന് കഴിയും. അത് ചൂടായിട്ടും പൊട്ടിത്തെറിച്ചിട്ടുമല്ല. അത് നിങ്ങൾ ലീവ് ചോദിക്കുന്ന പോലെ എന്ത് ചെയ്യുക, മൂപ്പര് സോപ്പിട്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ സ്ത്രീകൾ കാരണം പല കുടുംബങ്ങളിലും പല പ്രശ്നങ്ങളും നടക്കാറുണ്ട്. ഇപ്പോൾ ചില വീടുകളിലൊക്കെ രണ്ടടുപ്പുണ്ടാവും, രണ്ടടുപ്പുള്ള പുരകളുണ്ട്. 2 ചെമ്പിൽ ചോറ് വെക്കുക. ആ ഒരു ചെമ്പിൽ ചോറ് വെച്ചിട്ട് അത് തിന്നിട്ട് തികയാത്തോണ്ടല്ല, രണ്ടാൾക്കാരും രണ്ടായിട്ടാണ് വെക്കുന്നത്. അത് നാത്തുമാർക്കിടയിൽ പ്രശ്നമാണ്, അല്ലേ, കുടുംബക്കാർക്കിടയിൽ പ്രശ്നമാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു വൈഫ് എന്ന നിലക്ക് നമ്മൾ നിർവഹിക്കേണ്ട റോളാണ്. ഒരു ഭാര്യ എന്ന നിലക്ക് നമ്മൾ നിർവഹിക്കേണ്ട റോളിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ എല്ലാ നിലക്കും ഭർത്താവിന് എന്ത് ചെയ്യുക, ദീനിൻ്റെ കാര്യത്തിൽ നമ്മൾ സഹായിക്കുക. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ മുന്നേറുന്ന ഒരാളാണോ അയാൾക്ക് എന്തൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ കൊടുക്കുക. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോയ സമയത്ത് ആയിഷ ബീവിയും അസ്മാ ബീവിയും ഒക്കെ വീട്ടിൽ ഒറ്റക്കാൻ. അങ്ങോട്ട് അബൂ കുഹാഫ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉപ്പ, ആയിഷ ബീവിൻ്റെ അസ്മാ ബീവിൻ്റെ ഒക്കെ വല്യുപ്പ അബൂ കുഹാഫയും അബൂജഹലും വരാൻ. എന്നിട്ട് അബൂ കുഹാഫ ചോദിക്കുന്നുണ്ട്, ഓൻ ഇവിടെ നിങ്ങൾക്ക് തിന്നാൻ എന്തെങ്കിലും ബാക്കിയാക്കിയിട്ടുണ്ടോ? അപ്പോൾ വീട്ടിലുള്ളതൊക്കെ നുള്ളിപ്പെറുക്കിയിട്ടാണ് ആര് പോയിക്കണത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പുറപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾക്ക് എന്താണ് ബാക്കിയുള്ളത്? അപ്പോൾ അസ്മാ ബിൻത്ത് അബീബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തെന്താ അറിയോ? എൻ്റെ വാപ്പ പുറപ്പെട്ടത് ദീനിൻ്റെ മാർഗത്തിലാണ്, അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും വഴിയിലാണ് വാപ്പ ഇറങ്ങിപ്പോയിട്ടുള്ളത്. അപ്പോൾ വല്യുപ്പാൻ്റെ മുമ്പിൽ എൻ്റെ ഉപ്പ ഒരിക്കലും ചെറുതാകാൻ പാടില്ല, വല്യുപ്പാൻ്റെ മുമ്പിൽ വാപ്പ ഒരു മോശക്കാരനാകാൻ പാടില്ല. അസ്മാ ബിൻത്ത് അബീബക്കർ റളിയല്ലാഹു അൻഹ വീടിൻ്റെ പറകിൽ പോയിട്ട് ഒരു പാത്രത്തിൽ കല്ല് നിറച്ചു. കല്ല് നിറച്ചിട്ട് ആ കല്ല് നിറച്ച പാത്രം ഇങ്ങനെ കിലുക്കിയിട്ട് പറഞ്ഞു, ഇതൊക്കെ എൻ്റെ വാപ്പ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ബാക്കിയാക്കിയിട്ട് പോയതാണ് ഞാൻ. അപ്പോൾ ആ ഒരു മനസ്സ്, എൻ്റെ ഉപ്പ പുറപ്പെട്ടുള്ള ദീന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഉപ്പ ഒരിക്കലും വല്യപ്പാൻ്റെ മുമ്പിൽ ചെറുതാകാൻ പാടില്ല. അപ്പോൾ ആ നിലക്കാണ് അസ്മാ ബിൻത്ത് അബീബക്കർ റളിയല്ലാഹു അൻഹു സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് അസ്മാ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു, അങ്ങനെ ഒരു പിന്തുണ കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സൗർ ഗുഹയിൽ 3 ദിവസം തങ്ങിയല്ലോ ഹിജ്റക്കിടയിൽ. ആ ഹിജ്റക്കിടയിൽ തങ്ങിയ സമയത്ത് ആ സൗറിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്ത ആരാണ്? അസ്മാ ബിൻത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹയാണ്. ആ ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നത് അവരാണ്. അപ്പോൾ നമുക്ക് എന്താണോ ദീനിൻ്റെ മാർഗത്തിൽ ചെയ്യാൻ പറ്റുക അത് നമ്മൾ ചെയ്യുക. ഇപ്പോൾ മദീന പള്ളി അടിച്ചു വാരുന്ന ഒരു പെണ്ണാണ്, അവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ കാര്യം ഓര് ചെയ്തു. പക്ഷെ അതിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റാതെ നമ്മൾ ചെയ്യുക. ദീനിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഭർത്താവ് മുന്നിലിറങ്ങി നടക്കുന്ന ഒരാൾ ആണ് എങ്കിൽ ഓർക്ക് എന്തൊക്കെ സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ കൊടുക്കുകയും ചെയ്യുക. ഇനിയിപ്പോൾ ഒരു വൈഫ് എന്നുള്ള റോള് മാത്രമായിരിക്കില്ല ഒരു പെണ്ണിന് ഓളെ വീട്ടിൽ ചെയ്യാനുണ്ടാവുക. അല്ല, ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ അവൾ അമ്മായിമ്മയാണ്, അവൾ മരുമകളാണ്, അവൾ മകളാണ്, അവൾ ഉമ്മയാണ്. ഇങ്ങനെ പലജാതി റോളുകൾ അവൾക്കുണ്ട്. ഏതെങ്കിലും ഒരു റോള് മാത്രം ഭംഗിയാക്കുക, ബാക്കിയുള്ള റോളിലൊക്കെ അവൾ പരാജയപ്പെടുക എന്നുള്ളത് പറ്റൂല. എല്ലാ റോളും എന്താക്കണം, ഉഷാറാക്കണം. അപ്പം ഇനി ഇവിടെ മരുമക്കളുണ്ട്, അമ്മായിമ്മമാരുണ്ട്. അപ്പോൾ മരുമക്കളോടും അമ്മായിമ്മമാരോടും മൊത്തത്തിൽ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, ഈ അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭർത്താവിൻ്റെ ഉമ്മയാണ്. ആ ഭർത്താവിന് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള ആരോടാണ്? ആ ഭാര്യനേക്കാളും കടപ്പാടുള്ളത് ഉമ്മാനോടാണല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിക്കുന്നില്ലേ, മൻ അഹഖുൻ നാസി ബിഹുസ്നി സഹാബത്തി, ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ്? 3 തവണ നബി പറഞ്ഞത് ഉമ്മാന്നാണ്, 4ാമത് പറഞ്ഞതാണ് ഉപ്പാന്ന്. അപ്പം അത്രക്കും ഭർത്താവിന് കടപ്പാടുള്ള ഒരാളാണ് എൻ്റെ അമ്മായിമ്മ. അപ്പം എന്നെക്കാളും കൂടുതൽ ഊപ്പർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഓരെ പരിഗണിക്കേണ്ടി വരും. കാരണം എന്നെക്കാളും അവർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഉമ്മയുടെ കാര്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ആർക്ക് വേണം?
ഒരു മരുമകൾക്ക് വേണം. അതെന്നപ്പോൾ എൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ എന്തിനാ മൂപ്പര് ഉമ്മാൻ്റെ കാര്യം നോക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല. അപ്പം നമ്മൾ ചിന്തിച്ചാൽ മതി, നമുക്കൊക്കെ ആൺകുട്ടികൾ ഉണ്ടാവുമല്ലോ, ആ ആൺകുട്ടികൾ വളർന്നു വലുതായി, ഓരോ ഒരു പെണ്ണെട്ടിയിട്ട് പിന്നെ നമ്മൾ പറയുന്ന ഒന്നും ഓൻ കേൾക്കുന്നില്ല, നമുക്കൊരു വിലയില്ല. ഓൻ്റെ പുതിയ പറയുന്നത് എന്താണോ അതാണോ കേൾക്കുക, ഓള് പറഞ്ഞാൽ മാത്രമേ ഓൾ അനുസരിക്കുള്ളൂ. നമുക്ക് ആർക്കെങ്കിലും സഹിക്കുമോ? നമുക്ക് ആർക്കും സഹിക്കൂല. അപ്പോൾ അമ്മായിമ്മ ആരാന്നുള്ളത് എന്ത് ചെയ്യുക, ആദ്യം തിരിച്ചറിയുക. ആ അമ്മായിമ്മയോട് ഏറ്റവും നന്നായിട്ട് പെരുമാറുക എന്നത് എൻ്റെ ഭർത്താവിനോട് ഞാൻ കാണിക്കുന്ന നന്മയാണ് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവണം. ചില അമ്മായിമ്മമാരുടെ കാര്യത്തിലൊക്കെ നമ്മൾ നല്ലോണം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ചിലരെ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും ആയിരിക്കില്ല, അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്തായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ഷമിച്ച് കണ്ണ് ചിമ്പി നിൽക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഈ അടുത്ത് ഒരു കൗൺസിലറുടെ സംസാരം കേട്ടു. മൂപ്പരുടെ മുമ്പിലേക്ക് ഒരു അമ്മായിമ്മയും ഒരു മരുമകളും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടാളും ഒരു നിലക്കും ഒത്തുപോകുന്നില്ല. അപ്പോൾ അവസാനം അമ്മായിമ്മ പറഞ്ഞ പരാതി എന്താ വെച്ചാൽ, ഡോക്ടറെ എങ്ങൾക്ക് അറിയോ, ഇവൾക്കൊരു പുട്ട് ചൂടാൻ പോലും അറിയില്ല, ഒരു പുട്ട് ചൂടാൻ പോലും ഇവൾക്ക് അറിയില്ല. അപ്പോൾ പുട്ട് ചൂടുമ്പോൾ ചില്ലുള്ള ഭാഗത്താണല്ലോ കുത്തേണ്ടത്, ഇവള് പുട്ടുകുറ്റി എടുത്തിട്ട് അപ്പുറത്തെ ഭാഗത്താണ് കുത്തുന്നത്. അപ്പം കൗൺസിലർ പറഞ്ഞു, പടച്ചോരൊരു ഇതിപ്പോൾ ആളുകൾക്ക് വരെ അറിയുന്ന കാര്യമാണ് ഒരു പുട്ട് ചൂടുക എന്നുള്ളത്. അപ്പോൾ പെണ്ണെട്ടിയിട്ട് ആ പെണ്ണുങ്ങൾക്ക് പുട്ട് പോലും ചൂടാൻ അറിയില്ലെങ്കിൽ സംഗതി കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ എന്ത് ചെയ്തു, നിങ്ങൾ എന്തായാലും ഉമ്മാനെ വിളിക്കും, പെണ്ണിൻ്റെ ഉമ്മാനെ വിളിക്കും. അങ്ങനെ പെണ്ണിൻ്റെ ഉമ്മാനെ വിളിച്ചു. ഡോക്ടർ സംസാരിച്ചു, നിങ്ങളെ മോളെ പറ്റിയിട്ട് അമ്മായിമ്മ പറഞ്ഞ വിഷയമൊക്കെ കേട്ടില്ലേ, കാരണം ഒരു പുട്ട് ചുടാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞാണെങ്കിൽ നിങ്ങളെ മകളുടെ ഭാഗത്ത് നല്ല പ്രശ്നമുണ്ട്, അപ്പോൾ നിങ്ങളെ ഓളൊക്കെ ശ്രദ്ധിച്ച് വളർത്തണ്ടേ. ഞങ്ങൾക്ക് കുറച്ചൊരു ഉപദേശം കൊടുത്തപ്പോൾ ഓളമ്മ പറഞ്ഞതാണ്, ഡോക്ടറെ ഞങ്ങൾക്ക് അറിയോ, 12ാമത്തെ വയസ്സ് മുതൽ എൻ്റെ മോള് പുട്ട് ചുടുന്നുണ്ട്. 12ാമത്തെ വയസ്സ് മുതൽ എൻ്റെ മോള് പുട്ട് ചുടലുണ്ട്. പിന്നെ അവിടെ എത്തിയിട്ട് ഈ ഉമ്മാൻ്റെ മുഖം കണ്ടാൽ ഇവൾക്ക് പുട്ടുകുറ്റിനെ എവിടെ കുത്തണേ അറിയില്ലാതാണ്. അപ്പം ആ ജാതി അമ്മായിമാരും ഉണ്ടാകും. അപ്പോൾ ഓരെന്ത് ചെയ്യണം, നമ്മളൊന്ന് കണ്ടില്ല എന്ന് വിചാരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ണ് ചിമ്മി പോവുക. അപ്പോൾ തീർച്ചയായിട്ടും അതിലെന്തുണ്ടാകും, അതിലൊരു ഗുണമുണ്ടാകും, അതിലൊരു മെച്ചുണ്ടാകും. അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വലിയ കൂലി ഉണ്ടാകും. നമ്മൾ എന്ത് ചെയ്താലും പ്രശ്നമായിരിക്കും. നമ്മൾ എത്ര നല്ല ബിരിയാണി ഉണ്ടാക്കിയാലും അതിനൊരു വേവ് കുറവായിരിക്കും. നമ്മൾ എല്ലാ കല്യാണത്തിൽ പോയിട്ടും മന്തി ചിക്കനും അടിക്കുന്ന അമ്മായിമൊക്കെ നമ്മൾ മന്തി ഉണ്ടാക്കിയാൽ അന്ന് ഓർക്ക് എന്തായാലും സാധാ ചോറ് കിട്ടണം. അന്ന് നാടൻ ചോറ് കിട്ടിയാലേ അവിടെ ഇറങ്ങുള്ളൂ. നാടൻ ചോറ് മാത്രം പോലെ മീൻ പൊരിച്ച വേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ അമ്മായിമാരുണ്ടാകും. അപ്പോൾ ആ അമ്മായിമാരെന്ത് ചെയ്യുക, ഒരു ഹിക്മത്തോടു കൂടി എന്ത് ചെയ്യുക, നമ്മൾ ഡീൽ ചെയ്യുക. അപ്പോൾ ഗ്ലാസ് മേശപ്പുറത്തുണ്ടാവും. ആ മേശപ്പുറത്തുനിന്ന് ഗ്ലാസ് അമ്മായിമ്മയുടെ കൈ കെട്ടിയിട്ട് താഴെ വീണാൽ അമ്മായിമ്മ ചോദിക്കും, എന്താ ഗ്ലാസ് ഇവിടെ വെക്കൽ, ഗ്ലാസ് വെക്കാൻ നല്ല സ്ഥലം വേറല്ലേ. മരോളെ കൈയ്യട്ടിയിട്ട് ഗ്ലാസ് വീണാലോ, എൻ്റെ കുട്ടി അവിടുന്ന് റിയാദിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന ഗ്ലാസ്സാണ്, അതിൻ്റെ മുഖത്ത് കണ്ണില്ലേ നോക്കി നടക്കണ്ടേ എന്നാണ് പറയാ. അപ്പം എന്ത് ചെയ്താലും കുറ്റം കണ്ടെത്തുന്ന ആൾക്കാർ ഉണ്ടാകും. പക്ഷെ ആ ആൾക്കാരെന്താ ചെയ്യുക, കണ്ടറിഞ്ഞുകൊണ്ട് ഡീൽ ചെയ്യുക. ഇതിൻ്റെ പുതിയാപ്പളിൻ്റെ ഉമ്മയാണ്, ഓരോട് നന്മ ചെയ്യുക എന്നുള്ളത്, അവർ പറയുന്ന കാര്യത്തിൽ ക്ഷമിക്കുക എന്നുള്ളത് എനിക്ക് കൂലി കിട്ടുന്ന കാര്യമാണ്. അതെൻ്റെ ഭർത്താവിനോട് ഞാൻ കാണിക്കുന്ന നന്മയാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അമ്മായിമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്കൾക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലും 4 കുട്ടികളായി കഴിഞ്ഞാലും സംഭവം നമ്മളെ മക്കളൊക്കെ തന്നെയാണ്. അത് മരിക്കോളം നമ്മളെ മക്കൾ തന്നെയാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞ് 10 കുട്ടികളായാലും ഓൻ്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടുന്ന ഒരു ഏർപ്പാട് ശരിയല്ല. ഓർക്ക് ഫ്രീഡം കൊടുക്കേണ്ടടുത്ത് ഫ്രീഡം നമ്മൾ കൊടുക്കണം. എപ്പോഴും ഇങ്ങനെ കാലിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ഓരെങ്ങനെ ഭരിച്ചു നിർത്തുക, നമ്മൾ പറയുന്നത് തന്നെ കേൾക്കാൻ പാടുള്ളൂ, ഓർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാതെ ഓരങ്ങട്ട് ഇടങ്ങറാക്കുന്ന അവസ്ഥ ഉണ്ടാകാനും പാടില്ല. ചില ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ, മകൻ മരിച്ചാലും വേണ്ടിയില്ല മരോള് കരഞ്ഞാൽ മതി എന്നാണ്. മകൻ മരിച്ചാലും വേണ്ടിയില്ല മരോളുടെ കണ്ണീര് എങ്ങനെയെങ്കിലും കണ്ടാൽ മതി എന്നുള്ള നിലക്ക് ജീവിക്കുന്ന മരുമക്കളുണ്ട്. അവസാനം നമുക്ക് മക്കളും ഉണ്ടാവില്ല, മരുമക്കളും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് കേസുകൾ നമ്മൾ കേൾക്കുന്നതാണ്. പണ്ടൊരാൾ 3 ആൾക്കാരെ അതിഥികളായിട്ട് വിളിച്ചു. 3 ആൾക്കാരെ മൂപ്പരെ പുരയ്ക്ക് വിരുന്നിന് വിളിച്ചു. അതിൽ ഒരാൾ വന്നില്ല, 2 ആൾക്കാർ വന്നു.
അപ്പോൾ അവർ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ രണ്ടാൾക്കാർ ഭക്ഷണം കഴിക്കായിരുന്നു, മൂന്നാമത്തെ ആൾ വന്നിട്ടില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാതിരുന്ന സമയത്ത് ഈ വിരുന്നൊരുക്കിയ ആൾ പറയാണ്, വരേണ്ടവൻ വന്നില്ലല്ലോ. എന്താ പറഞ്ഞത്? വരേണ്ടവൻ വന്നില്ലല്ലോ. അപ്പോൾ ഈ രണ്ടാൾക്കാരിൽ ഒരാൾക്ക് ദേഷ്യം പിടിച്ചു. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ടാണിപ്പോൾ നമ്മൾ വന്നേ. അപ്പോൾ നമ്മളല്ല വരേണ്ട ആള് വേറെയാണ്. അപ്പോൾ മൂപ്പര് വരാത്തതുകൊണ്ട് ഇയാൾക്ക് ഒരു ടെൻഷൻ ഉണ്ട്. അപ്പോൾ നമ്മളൊന്നല്ല ഇപ്പോൾ കാര്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് എന്ത് ചെയ്തു, എന്നാൽ പിന്നെ എനിക്ക് വേണ്ട നിങ്ങളെ വിരുന്ന്, ഞാനിവിടെ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഇറങ്ങിപ്പോയി. അപ്പോൾ ഉടനെ മൂപ്പര് പറഞ്ഞു പോകേണ്ടല്ലോ പോയത്. അപ്പോൾ മറ്റാൾക്കും പറ്റിയില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഇറങ്ങിപ്പോയി. അപ്പോൾ എന്താ ശരിക്കും അവിടെ സംഭവിച്ചത്? അപ്പോൾ ശരിക്കും വിളിച്ച ആള് മൂപ്പര് പ്രതീക്ഷിച്ച ആൾ വന്നിട്ടില്ല. വന്ന രണ്ടാൾക്കാരെ മൂപ്പര് മടക്കി അയക്കുകയും ചെയ്തു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതാണ് പല ഫാമിലി ലൈഫിലും സംഭവിക്കുന്നത്. മക്കളെ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ മരുമക്കളെ ഇടങ്ങറാക്കും. ലാസ്റ്റ് മക്കളും ഉണ്ടാവില്ല, മരുമക്കളും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. അങ്ങനത്തെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം നാവിനെ നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം നിയന്ത്രിക്കുക, അതിനൊരു കടിഞ്ഞാനിടാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ മക്കളുടെ ഭാര്യമാരെയും ഒരുപോലെ കാണാൻ എന്ത് ചെയ്യുക, നമ്മൾ ശ്രമിക്കുക. സംഭവം നമുക്ക് ആരോടെങ്കിലുമൊക്കെ കുറച്ച് ഇഷ്ടം കൂടുതലുണ്ടാവും. അത് മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണ്. അപ്പോൾ 4 ആൺകുട്ടികളുണ്ട്, 4 ആൺകുട്ടികളും പെണ്ണെട്ടിയിട്ടുണ്ട്, 4 മരുമക്കൾ വീട്ടിലുണ്ട്. ഈ 4 ആൾക്കാരോടും ചിലപ്പോൾ ഒരു അമ്മായിമ്മക്ക് ഒരേ സ്നേഹാവില്ല ഉണ്ടാവുക. ആ ഇഷ്ടത്തിൽ എന്തുണ്ടാകും, മാറ്റം ഉണ്ടാകും. പക്ഷെ ആ മാറ്റം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പ്രകടിപ്പിക്കരുത്. ഓരോടുള്ള ഇടപാടിൽ നമ്മത് കാണിക്കാനും പാടില്ല. ഒരു മരുമോള് 10 മണിക്ക് നീച്ച് വന്നാലും അമ്മാമ്മക്ക് ഒരു പ്രശ്നമില്ല. മൂത്ത ആള് ഓള് 6:30 അടുക്കളയിൽ കയറേണ്ടത് 6:45 അമ്മായിമ്മക്ക് ഹാലിളകും. അപ്പം ഇതെന്താണ്, മരുമക്കൾക്കിടയിൽ പ്രശ്നം ഉണ്ടാവുകയാണ്, നാത്തുമാർക്കിടയിൽ മരുമക്കൾക്കിടയിൽ പ്രശ്നം ഉണ്ടാകുന്ന സംഗതിയാണ്. അപ്പം എല്ലാ മക്കളെയും എന്ത് ചെയ്യുക, സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഏറ്റ വ്യത്യാസം ഉണ്ടാകും, ഇഷ്ടത്തിൻ്റെ കാര്യത്തിൽ ഏറ്റ വ്യത്യാസം ഉണ്ടാകും. എന്നാൽ ആ ഏറ്റ വ്യത്യാസം, ആ സ്നേഹം നമ്മൾ ഒരിക്കലും പുറത്തേക്ക് പ്രകടിപ്പിക്കരുത്. ഒരു അനീതി കാണിക്കുന്ന തരത്തിലേക്ക് നമ്മൾ പോകാനും പാടില്ല. പിന്നെ കുടുംബങ്ങളിൽ കാണുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ ഗീബത്തും നമീമത്തും പറയാം. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിൽ എതിർത്ത കാര്യമാണ്, ഗൗരവമുണ്ടെന്ന് പറഞ്ഞ വിഷയമാണ്. എന്താ ഗീബത്ത് എന്ന് പറഞ്ഞാൽ? ഒരാൾ ഇല്ലാത്തപ്പോൾ അയാളുടെ കുറ്റങ്ങൾ, കുറവുകൾ, അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുക. ഈ കുറ്റങ്ങളും കുറവുകളും എന്ന് പറഞ്ഞാൽ വലിയ എന്തോ ഇല്ലാത്തൊരു സാധനം ഓരോ പേരിലാണ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പറയാന്നുള്ളതൊന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരു പെണ്ണ്, ഒരു വയസ്സായൊരു പെണ്ണാന്ന് വിചാരിക്കുക. അപ്പോൾ സാധാരണ വയസ്സായ ആൾക്കാർ നമ്മളെ നാട്ടിൽ വിളിക്കുന്ന ഒരു പേര് തള്ളാന്നൊക്കെ വിളിക്കും അല്ലേ, തള്ള, ഒരു ലോക്കൽ ഭാഷയാണത്. അപ്പോൾ ഈ തള്ള എന്ന് വിളിക്കുന്നവർക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക. നമ്മളെ തള്ളാന്ന് വിളിക്കുന്നത് ആ പെണ്ണിന് ഇഷ്ടമല്ല. അപ്പോൾ ഓരില്ലാത്ത സമയത്ത് നമ്മൾ പറയണം ആ തള്ളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് ഓരെ പറ്റിയിട്ട് ഗീബത്ത് പറയലാണ്. ഓർക്ക് ഇഷ്ടമില്ലാത്ത എന്ത് സംഗതിയാണെങ്കിലും ഓരില്ലാത്ത സമയത്ത് നമ്മളത് പറയുന്നുണ്ടെങ്കിൽ അത് ഗീബത്താണ്. അത് നമ്മൾ നല്ലോണം കുടുംബജീവിതത്തിലും ശ്രദ്ധിക്കണം, അയൽപക്കങ്ങളിൽ ശ്രദ്ധിക്കണം, നമ്മുടെ കൂട്ടുകാർക്കിടയിലൊക്കെ ശ്രദ്ധിക്കേണ്ട കേസാണ്. അതേപോലെ തന്നെ നമീമത്തും അറിയാം. എന്താ ഗീബത്തും നമീമത്തും തമ്മിലുള്ള വ്യത്യാസം? നമീമത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ഉള്ള സംഗതി തന്നെ ആയിരിക്കും, ചിലപ്പോൾ ഉള്ള കാര്യം തന്നെ ആയിരിക്കും. പക്ഷേ ഇതെന്താ നമീമത്ത് പറഞ്ഞാൽ ഇവിടുന്ന് കേട്ടത് അവിടെ പറയുക, അവിടുന്ന് കേട്ടത് ഇവിടെ പറയുക, എന്നിട്ട് ഇവർ രണ്ടാളി തമ്മിൽ തെറ്റിക്കുക, പ്രശ്നം ഉണ്ടാക്കുക, ഓരെ പിണക്കുക. അതിനാണ് നമീമത്ത് എന്ന് പറയുക. ഇത് രണ്ടും വൻപാപാണ്. ഈ പാപങ്ങളുടെ കൂട്ടത്തിൽ 2 തരത്തിലുള്ള പാപങ്ങളുണ്ട്. ചെറിയ പാപങ്ങളുണ്ട്, വലിയ പാപങ്ങളുണ്ട്. ഗീബത്തും നമീമത്തും രണ്ടും കബായിറാൻ, 2 വലിയ പാപത്തിൽ പെട്ട കാര്യങ്ങളാണ്. അപ്പം അത് രണ്ടും എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആൻ പറഞ്ഞത് അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, നിങ്ങളെ സഹോദരൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ഓൻ്റെ ഇറച്ചി തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരു മയ്യത്തിൻ്റെ ഇറച്ചി തിന്നാനുള്ളത് ഹറാമാണ്, അത് വൻപാപത്തിൽപ്പെട്ട കാര്യമാണ്. ആ വൻപാപത്തിനോടാണ് ഗീബത്ത് എന്നുള്ള സംഗതി ഖുർആൻ കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഗൗരവം എത്രയെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് അദ്ദേഹം. മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന കാലത്ത് ഒരു ദിവസം ദർസിലേക്ക് പോയി, ക്ലാസ്സിലേക്ക് പോയി അറ്റൻഡൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഹമ്മദ് സിയാം എന്ന കുട്ടി അന്ന് ക്ലാസ്സിൽ വന്നിട്ടില്ല. മുഹമ്മദ് സിയാം. അപ്പോൾ ശരിക്കും സിയാം എന്ന് പറഞ്ഞാൽ എന്താ? അറബിയിൽ സിയാം എന്ന് പറഞ്ഞാൽ
ഈ റമദാനൊക്കെ അല്ലേ വരുന്നത്. സിയാം എന്ന് പറഞ്ഞാൽ എന്താ? കുത്തിബ അലൈക്കുമുസ് സിയാം അല്ലേ, നോമ്പ്. അപ്പോൾ മുഹമ്മദ് സിയാം അന്ന് ക്ലാസ്സിൽ ഹാജരായിട്ടില്ല. അപ്പോൾ ഷെയ്ഖ് ഇങ്ങനെ അറ്റൻഡൻസ് എടുക്കണ തമാശക്ക് ഇങ്ങനെ പറഞ്ഞു, മുഹമ്മദ് സിയാം സോമ വനാമ, മുഹമ്മദ് സിയാം നോമ്പെടുത്തു, ഓൻ കിടന്നുറങ്ങി. വെറുതെ ഒരു തമാശക്ക് പ്രാസം ഒപ്പിച്ചിട്ട് ഷെയ്ഖ് പറഞ്ഞൊരു വർത്താനാണ്. ഒരുപാട് സമയം കഴിഞ്ഞാൽ ഉടനെ ഷെയ്ഖ് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ തുടങ്ങിയതാണ്. അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്ന് ചൊല്ലാൻ തുടങ്ങി. കാരണം ഷെയ്ഖിനെ വല്ലാതെ ഫീലായി. ആ കുട്ടിയെ പറ്റിയിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു അധ്യാപകൻ സ്വാഭാവികമായിട്ടും പറയുന്ന ഒരു തമാശ. അപ്പോൾ അത് ഷെയ്ഖിന് വല്ലാതെ ഫീലായി. ഷെയ്ഖ് അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലാൻ തുടങ്ങിയതാണ്. അതിന് അടുത്ത ദിവസം മുഹമ്മദ് സിയാം ക്ലാസ്സിൽ വന്ന സമയത്ത് അറ്റൻഡൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുഹമ്മദ് സിയാമിൻ്റെ പേര് വായിച്ചു. ഓനന്ന് ഹാജരാൻ. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, ഇന്നലെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ പേര് വായിച്ച സമയത്ത് മുഹമ്മദ് സിയാം എന്ന് വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തമാശ പറഞ്ഞു. അത് നീ എനിക്ക് പുറത്തു തരണം, നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്ത് തരണം. അപ്പോൾ കുട്ടി പറഞ്ഞു, അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഉസ്താദേ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്, നിങ്ങൾക്കത് ഞാൻ പുറത്തു വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അവിടെ തീർന്നില്ല. അടുത്ത തവണ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല നല്ല വിലപിടിപ്പുള്ള കുറച്ച് കിതാബുകളായിട്ടാണ് വരുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇത് നിനക്കുള്ള സമ്മാനാണ്. ഞാൻ അന്ന് പറഞ്ഞ ആ വാക്ക് നീ എനിക്ക് പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ ആ വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നിനക്ക് തരികയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട, ഒരു അധ്യാപകൻ തമാശക്ക് പറഞ്ഞൊരു വാക്ക്, അത് മോശമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല പറഞ്ഞത്. ആ വാക്കിന് പോലും ഓരെത്ര ഗൗരവത്തിലാണ് കണ്ടത്. നമ്മൾ ഓരോ ദിവസവും ആരൊക്കെ പറ്റിയിട്ട് എന്തൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക. അപ്പം നമ്മൾ ചെയ്യുന്ന നന്മകൾ അത് നമ്മൾ തന്നെ പൊളിച്ചു കളയുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഏറ്റവും അവസാനമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം, നമ്മുടെ ദീനിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ റിസ്ക് എടുക്കാൻ, കുറച്ചൊക്കെ ത്യാഗങ്ങൾ സഹിക്കാൻ നമുക്ക് പറ്റണം. ഇപ്പോൾ 2:30 നമ്മുടെ വിജ്ഞാനവേദി, ഒരു ഉച്ച സമയമാണ്. അപ്പോൾ ചോറൊക്കെ കഴിച്ച് പള്ള നിറച്ചും ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നത് നല്ല രസമാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കിടന്നുറങ്ങാതെ അവിടുന്ന് എഴുന്നേറ്റിട്ട് ഇങ്ങനത്തെ ഒരു അറിവിൻ്റെ സദസ്സുണ്ടെന്ന് പറയുമ്പോൾ അവിടെ വന്നിരിക്കാനും ദീന് കേൾക്കാനും കുറച്ചൊരു ത്യാഗം വേണം. ആ ഒരു ഉറക്കം എന്നുള്ള ഒരു സുഖം നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. എനിക്കൊരു റെസ്റ്റും ഇല്ല, രാവിലെ അടുക്കളയിൽ കയറിയതാണ്, ഉച്ചക്കാണ് ഒഴിവായത്. ഇനിയിപ്പോൾ അടുത്തൊരു ക്ലാസ്, അസർ കഴിഞ്ഞ് അടുത്തൊരു ഖുർആൻ ക്ലാസ്, ഇതെന്താ ഇപ്പോൾ ഇത് ക്ലാസ്സിൻ്റെ ക്ലാസ്, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. കുറച്ചൊക്കെ ഒന്ന് ത്യാഗം സഹിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാനുള്ള അനുവാദം കിട്ടി. മക്കയിൽ നിന്ന് ആദ്യമായിട്ട് ഹിജ്റ പോകുന്ന ഒരു കുടുംബമാണ്. അബൂ സലമയും ഉമ്മു സലമയും ഭർത്താവ്, ഭാര്യ, ചെറിയ കുട്ടി അടങ്ങുന്ന 3 ആൾക്കാരുള്ള ഒരു കുടുംബമാണ് മക്കയിൽ നിന്ന് ആദ്യമായിട്ട് ഹിജ്റ പുറപ്പെടുന്നത്. ഹിജ്റ പുറപ്പെടുന്നത്. അങ്ങനെ അബൂ സലമ ഒരു ഒട്ടകമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒട്ടകപ്പുറത്ത് വൈഫ് ഉമ്മു സലമയെ കയറ്റി, സലമയെയും കയറ്റി ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണും പിടിച്ചിട്ട് അബൂ സലമ അങ്ങനെ നടക്കുകയാണ്. മദീനയിലേക്കുള്ള പുറപ്പാടാണ്. അപ്പോൾ ഈ വിവരം ഉമ്മു സലമൻ്റെ പെരക്കാരറിഞ്ഞു. ഉമ്മു സലമൻ്റെ പെരക്കാരറിഞ്ഞിട്ട് ഓരെല്ലാവരും തിരക്കുടിച്ച് മണ്ടി കൂടി പറഞ്ഞു, അനക്ക് പോകാം, ഞങ്ങൾ തടയൂല, ഇത് ഞങ്ങളെ മോളാണ്, ഞങ്ങളെ മോളെന്ത് ചെയ്യൂല, എൻ്റെ കൂടെ ഞങ്ങൾ വിട്ടരൂല, ഒരു ഉമ്മു സലമയെ തടയാൻ. അപ്പോൾ ഉമ്മു സലമയെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള വിവരം അബൂ സലമൻ്റെ കുടുംബക്കാരറിഞ്ഞു. അപ്പോൾ പിന്നെ ഈഗോ വർക്ക് ചെയ്യാണ്. ഞങ്ങളെ മോൻ്റെ കൂടെ ഓളെ വിടൂല എങ്കിൽ ഞങ്ങളെ കുട്ടീനെ ഓളെ കൂടെ ഞങ്ങളും വിടൂല. അബൂ സലമൻ്റെ കുട്ടി ഉമ്മു സലമ എന്ത് ചെയ്യാണ്, അബൂ സലമൻ്റെ പരക്കാരും പിടിച്ചു വെക്കുകയാണ്. കുട്ടീനെ എന്തെങ്കിലും ഓളെ കൂടെ ഞങ്ങൾ വിട്ടിരില്ല. അങ്ങനെ 2 കുടുംബക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടി വലിയായി. സലമൻ്റെ കൈയൊക്കെ തൂങ്ങി എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അതിന് അവസാനം എന്താ സംഭവിച്ചതെന്നറിയോ? ഉമ്മു സലമൻ്റെ വീട്ടിൽ, സലമ അബൂ സലമൻ്റെ വീട്ടിൽ, അബൂ സലമ മദീനയിലേക്കും. 3 ആൾക്കാരുള്ള കുടുംബത്തിലെ 3 ആളും 3 ഇടങ്ങളിൽ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ പിന്നെയുള്ള അവസ്ഥ എന്താ വെച്ചാൽ, ഏകദേശം 1 കൊല്ലത്തോളം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മക്കൻ്റെ അതിർത്തിയിൽ വന്നിരിക്കും. രാവിലെ വന്നിരിക്കും, വൈകുന്നേരം വരെ കരച്ചിൽ. ആ ഒരു പെണ്ണിൻ്റെ മനസ്സെന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് അറിയാലോ. ഭർത്താവ് വേറെ സ്ഥലത്ത്, മകൻ വേറെ സ്ഥലത്ത്, ഓൾ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലിൻ്റെ തീവ്രത എത്രയായിരിക്കും.
അങ്ങനെ ഇവർ 3 ആൾക്കാരും 3 സ്ഥലത്താണ്. അങ്ങനെ കാലങ്ങളോളം ഏകദേശം 1 വർഷത്തോളം ഉമ്മു സലമ അങ്ങനെ കഴിഞ്ഞു എന്നാണ്. സലമ അബൂസലമൻ്റെ വീട്ടിൽ, അബൂസലമ മദീനയിൽ, ഉമ്മു സലമൻ്റെ വീട്ടിൽ. അങ്ങനെ അവസാനം ഉമ്മു സലമയുടെ ഈ അവസ്ഥ കണ്ടിട്ട് കുടുംബക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് അലിവ് തോന്നിയിട്ട് അയാൾ പറഞ്ഞു, എന്തിനാ നിങ്ങൾ ഈ പെണ്ണിനെ വെറുതെ ഇങ്ങനെ ഇടങ്ങാറാക്കുന്നത്? ഓളെ പാട്ടിൽ പോയിക്കോട്ടെ, ഓളെ മദീനയ്ക്ക് നിങ്ങൾക്ക് പറഞ്ഞേച്ചൂടെ? അപ്പോൾ അയാളുടെ വാക്ക് കേട്ടിട്ട് ബാക്കിയുള്ളവരും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഓള് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. അങ്ങനെ അബൂസലമൻ്റെ വീട്ടുകാരും സലമക്ക് അനുവാദം കൊടുത്തു. കുട്ടിയും ഉമ്മയും ഒന്നായി ഒരു ഒട്ടകത്തൊക്കെ ഒരുക്കിയിട്ട് ഉമ്മു സലമയും മകൻ സലമയും കൂടി പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെട്ടു. അപ്പോൾ ഇവരെ കൂടെ ആരുമില്ല. ഒരു പെണ്ണ് ഒറ്റക്കാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുന്നത്. ഏകദേശം 9 ദിവസത്തെ യാത്ര ഉണ്ട് അന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക്. അപ്പോൾ ഈ യാത്രയിൽ അവർ ഒറ്റക്കാണ് പോകുന്നത്. അങ്ങനെ യാത്രക്കിടയിൽ ഉസ്മാൻ ഇബ്നു മദ്ഊൻ കണ്ടു. അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ ഉമ്മു സലമയെ കണ്ടു. അപ്പോൾ ചോദിച്ചു, നിങ്ങളെ കുട്ടിയല്ലാതെ വേറെ ആരും കൂടെ അല്ലേ? ഇല്ല, അള്ളാഹുവും എൻ്റെ ഈ മകനും അല്ലാതെ എൻ്റെ കൂടെ വേറെ ആരുമില്ല. ഉസ്മാൻ ഇബ്നു മദ്ഊൻ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണും പിടിച്ചിട്ട് നടന്നു. ഉമ്മു സലമ പറയുന്നുണ്ട്, ഉസ്മാൻ ഇബ്നു മദ്ഊനെ പോലെ മാന്യനായ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. യാത്രക്കിടയിൽ എവിടെയെങ്കിലും ഇറങ്ങാനുള്ള സമയമായാൽ ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ത് ചെയ്യും? ഒട്ടകത്തെ നിർത്തിത്തരും, ദൂരേക്ക് മാറി നിൽക്കും. ഞാൻ ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങും, ഞങ്ങൾ വിശ്രമം കഴിഞ്ഞ് പോകാനുള്ള സമയമായി കഴിഞ്ഞാൽ ഒട്ടകത്തെ റെഡിയാക്കിയിട്ട് ഉസ്മാൻ ഇബ്നു മദ്ഊൻ ശബ്ദം ഉണ്ടാക്കും, നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ ഒട്ടകപ്പുറത്ത് കയറുമ്പോൾ ദൂരേക്ക് മാറി നിൽക്കും. ഒട്ടകപ്പുറത്ത് കയറി കഴിഞ്ഞാൽ ആ കടിഞ്ഞാണം പിടിച്ച് വീണ്ടും നടക്കും. അങ്ങനെ നടന്ന് അവർ മദീനയിലെത്തി. മദീനയിൽ അബൂസലമ താമസിക്കുന്ന ഗ്രാമത്തിലെത്തിയപ്പോൾ ഉസ്മാൻ പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോകാം, നിങ്ങളെ ഭർത്താവ് ഈ ഗ്രാമത്തിലുണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഉസ്മാൻ തിരിച്ചു പോകുന്നത്, അബൂസലമയുടെ കൂടെ ചേരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കേണ്ട സംഭവം എന്താ വെച്ചാൽ, ഉമ്മു സലമ ആ ഒരു വർഷം അനുഭവിച്ച ദുഃഖം എത്രയാണ്, അവരുടെ സങ്കടം എത്രയാണ്, ഓരെന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളത്. അതൊക്കെ ദീനിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ സഹിച്ച ത്യാഗങ്ങളാണ്. അപ്പം അങ്ങനെ ദീനിന് വേണ്ടിയിട്ട് നമുക്ക് അത്ര വലിയ ത്യാഗങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു റിസ്ക് ദീനിന് വേണ്ടി എടുക്കാൻ നമുക്ക് അവസരം കിട്ടുകയാണെങ്കിൽ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ ദീനിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ റിസ്ക് എടുത്ത് അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഏറ്റവും അവസാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ സ്ത്രീകളായതുകൊണ്ട് നമ്മുടെ വസ്ത്രത്തിൻ്റെ കാര്യം ചെയ്യുക, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രമാണ് നമ്മളെപ്പോഴും ധരിക്കേണ്ടത്. ആ വസ്ത്രത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിൻഫാൻ മിൻ അഹ്ലിന്നാർ, 2 കൂട്ടർ ഒരു നരകക്കാരാണ്. ഓരെ ഞാൻ കണ്ടിട്ടില്ല. അതിലൊരു കൂട്ടരായിട്ട് നബി എണ്ണിയത് നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത് മുമീലാത്തുൻ മായിലാത്ത് റൂസഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില. വസ്ത്രം ധരിച്ചിട്ടും നഗ്നകളായ ആൾക്കാരാണ്. അല്ലെ, വസ്ത്രം ധരിച്ചിട്ടുണ്ടോ വെച്ചാൽ ധരിച്ചിട്ടുണ്ട്, ധരിച്ചിട്ടില്ലേ വെച്ചാൽ ധരിച്ചിട്ടില്ല. ആ ജാതി വസ്ത്രം, അല്ലെ, മേലടിക്കുന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും, എന്നാൽ ശരീരത്തിൻ്റെ തൊലിയുടെ നിറക്കെ പുറത്തേക്ക് കാണാം. ഇറുകിയ വസ്ത്രം, പർദ്ദയായിരിക്കും ഉടുത്തിട്ടുണ്ടാവുക, പക്ഷെ ആ പർദ്ദ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന പർദ്ദ, അല്ലെങ്കിൽ ഇറക്കം കുറഞ്ഞ വസ്ത്രം. അപ്പോൾ പുതിയ കാലത്ത് പെൺകുട്ടികളൊക്കെ ഡ്രസ്സുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കണങ്കാല് വരെയൊക്കെ ഉണ്ടാവുള്ളൂ ഡ്രസ്സ്, ബാക്കി മുഴുവൻ പുറത്തായിരിക്കും. അപ്പം അതൊക്കെ കാസിയാത്തുൻ ആരിയാത്ത് എന്ന ഗണത്തിലാണ് പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദുന റീഹഹ, അവർക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനും കഴിയില്ല, സ്വർഗത്തിൻ്റെ പരിമളം പോലും അവർക്ക് അനുഭവിക്കാൻ കഴിയൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ആ വിഷയങ്ങളൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. ദുനിയാവ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കാലമേ ഉള്ളൂ. ആ ഉള്ള കാലം കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളൊക്കെ അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നല്ലോണം പിടിച്ചു നിന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത അറ്റമില്ലാത്ത സുഖങ്ങളും അനുഭൂതികളും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ സ്വൈദുൽ ഖാത്തിർ എന്ന ഗ്രന്ഥത്തിൽ പങ്കുവെക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട്. നമ്മളേറെ ചിന്തിപ്പിക്കേണ്ട ഒരു കഥ കൂടിയാണത്. ഒരു കാട്ടിൽ നടക്കുന്ന സംഭവമാണ്. കാട്ടിലെ രാജാവാരാണ്? സിംഹാണല്ലോ. കഥയിൽ കാട്ടിലെ രാജാവ് സിംഹാണ്. ആ സിംഹത്തിൻ്റെ അരികിലേക്ക് ഒരു നായ വരികയാണ്, കൽബ്. അപ്പോൾ കൽബ് വന്നിട്ട് പറയാണ്, ഗയ്യിർ ഇസ്മി, രാജാവ് നിങ്ങൾ എൻ്റെ പേരൊന്ന് മാറ്റിത്തരണം, കാരണം നായ എന്നുള്ള പേര് ഒരു സുഖമല്ല, കൽബ് എന്നുള്ളൊരു പേര് ഒരു നിലവാരമില്ലാത്ത പേരാണ്.
അപ്പോൾ ആ പേര് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മാറ്റിത്തരണം. അപ്പോൾ സിംഹ പറഞ്ഞു, പേരൊന്നും മാറ്റാൻ പറ്റൂല, നീ നിലവാരമില്ലാത്തൊരു ജീവിയാണ്, അനക്ക് പറ്റിയ പേര് കൽബ് എന്നുള്ള പേര് തന്നെയാണ്. അപ്പം നായ പറഞ്ഞു, നിങ്ങൾ ഇന്നൊന്ന് പരീക്ഷിച്ചോളി, ആ പരീക്ഷണത്തിൽ ഞാൻ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എൻ്റെ പേര് മാറ്റിയാൽ മതി, ഇല്ലെങ്കിൽ പേര് മാറ്റണ്ട. അപ്പോൾ സിംഹത്തിനും തോന്നിയാൽ തിരക്കടില്ല, ഒരു പരീക്ഷണത്തിൽ വിജയിച്ചിട്ട് പേര് മാറ്റണതിന് ന്യായം ഉണ്ടല്ലോ. അങ്ങനെ പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇറച്ചി കഷ്ണം കൊടുത്തു. ആ ഇറച്ചി കഷ്ണം നാളെ ഇതേപോലെ തിരിച്ചു കൊണ്ടുവരണം. ഇന്ന് പുരേക്ക് കൊണ്ടുപോവാ, നാളെ അത് ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അത് തിന്നാൻ പാടില്ല, തൊടാൻ പാടില്ല. അപ്പോൾ നായക്കും സന്തോഷമായി, ഇതോടുകൂടി എൻ്റെ പേര് മാറാൻ പോവുകയാണല്ലോ. നായ എന്ത് ചെയ്തു, ആ ഇറച്ചി കഷ്ണം കൊണ്ട് വീട്ടിലേക്ക് പോന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നായക്ക് വിശക്കാൻ തുടങ്ങി. നായ പറഞ്ഞില്ല, പേര് മാറ്റാനുള്ളതാണ്, ഇറച്ചി കഷ്ണം ഞാൻ തൊടൂല. കുറച്ച് കഴിഞ്ഞപ്പോൾ വിശപ്പ് ഒന്നും കൂടി കൂടി. അപ്പോൾ നായക്കിങ്ങനെ കഴിക്കണോ വേണ്ടേ, വേണ്ട. അവസാനം പിടിച്ചാൽ കിട്ടാത്ത വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം നായകനെ ആലോചിച്ചു എന്നാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കൽബ് എന്നുള്ള പേരിന് എന്താ പ്രശ്നം, നായ എന്നുള്ള പേര് ഇപ്പോൾ ഇത്ര മോശം പേരാ. അങ്ങനെ നായ എന്ത് ചെയ്തു, ആ ഇറച്ചി കഷ്ണം തിന്നു എന്നാണ് കഥ. ഈ കഥ നമ്മളോട് പറഞ്ഞിട്ട് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഇതാണ് മനുഷ്യന്മാരുടെയും അവസ്ഥ. നമുക്കെന്താ വെച്ചാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം, വേഗം റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ചെയ്യുന്ന നന്മകൾക്കൊക്കെ ഉള്ള കൂലി എവിടുന്നാ കിട്ടുക, ആഖിറത്തിൽ വെച്ചിട്ടാണ് അതിൻ്റെ ശരിയായ റിസൾട്ട്, പൂർണ്ണമായ റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ അതുവരെ കാത്തിക്കാൻ നമുക്ക് നേരമില്ല. അപ്പോൾ ഇവിടുത്തെ ചെറിയ സുഖങ്ങളുടെ പിന്നാലെ എന്ത് ചെയ്യാണ്, നമ്മൾ പോവുകയാണ്. ശരിക്കും ആ നായ കുറച്ചു നേരം കൂടി ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ, ഇതൊരു കഥയാണെങ്കിലും ആ കഥയിൽ നായ കുറച്ചും കൂടി ഒന്ന് പിടിച്ചു നിന്നിരുന്നെങ്കിൽ കാലാകാലത്തിന് ആ നായ എന്നുള്ള പേരെന്തായി മാറി. പക്ഷെ ആ കുറച്ച് നേരം ക്ഷമിക്കാൻ കഴിയാത്തതുകൊണ്ട് കാലാകാലം നായ എന്നുള്ള പേര് അനുഭവിച്ചിട്ട് എന്ത് ചെയ്യണം, അത് നടക്കുകയും